സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി മുത്തഖീങ്ങളായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവനിഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ സജ്ജനങ്ങളുടെ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിനെതിരിൽ ഒളിഞ്ഞും തെളിഞ്ഞും പല തരത്തിലുള്ള കുത്തുവാക്കുകളും പരിഹാസങ്ങളും അതേപോലെ ശാരീരികമായ മർദ്ദനങ്ങളും ആക്രമണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാലത്ത് അതിൻ്റെ മൂർച്ച ഒന്നുകൂടി കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഈ സംഘ് പരിവാർ ഭരണം പിടിച്ചപ്പോൾ അതിൻ്റെ ആ ഒരു തണലിൽ അതിൻ്റെ എല്ലാവിധത്തിലുള്ള സഹായത്താലും സഹകരണത്താലും നമ്മെ ആക്രമിക്കുക എന്ന ആ ഒരു കാര്യം എല്ലാ പരിധിയും ലംഘിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇന്ന് നാം നോക്കുകയാണെങ്കിൽ ആർക്കും എന്തും പറയുവാനും എന്തും ചെയ്യുവാനുമുള്ള ഒരു പാപം സമൂഹമായി ഈ സമൂഹം മാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കും. ആർക്കും എന്തും വിളിച്ചു പറയാം, ആർക്കും ആരെയും ആക്രമിക്കാം. നമുക്കറിയാം, ആൾക്കൂട്ട ആക്രമണങ്ങൾ പശുവിൻ്റെ പേരിൽ, പശുക്കടത്തിൻ്റെ പേരിൽ, അങ്ങനെ പലതിൻ്റെയും പേരിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരിക. ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സമുദായത്തെ ഏറ്റവും കൂടുതൽ ചീത്ത വിളിക്കുന്നവർക്ക് സമ്മാനം അത് പല രൂപത്തിൽ അവർക്ക് നൽകിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം, ഒരാൾ അയാളുടെ ഫീൽഡ് സിനിമയായിരുന്നു. ആ ഫീൽഡ് വിട്ട് അയാൾ മറ്റു പലതും കണ്ടു. അധികാര സ്ഥാനത്ത് എത്താൻ അദ്ദേഹം കണ്ട വഴി ഈ സമുദായത്തെ ചീത്ത പറയുക എന്നുള്ളത്. 4 ചീത്ത പറഞ്ഞപ്പോൾ ഇന്ന് അദ്ദേഹം മന്ത്രിസ്ഥാനത്തെത്തി. അങ്ങനെ ഓരോരുത്തരും ഇപ്പോൾ മത്സരിച്ചു കൊണ്ടിരിക്കുക. 1ാം സമ്മാനം നേടാനും അധികാരത്തിലെത്താനും. നിങ്ങൾ നോക്കൂ, നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു വിഷയവും ഇല്ലാത്ത മുസ്ലിം സമുദായത്തെ കൊണ്ട് നിർത്തുകയാണ്. നടുക്ക് നിർത്തിയിട്ട് 4 ഭാഗത്തു നിന്നും എറിയുകയാണ്. എന്താണ്? ഇവർക്ക് അധികാരം കിട്ടണം, അധികാരം പിടിച്ചെടുക്കണം. അതിനും മുസ്ലിമീങ്ങളെ 4 ചീത്ത പറഞ്ഞാൽ ഇവിടെ ഈ രാജ്യത്ത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. ഈ രാജ്യത്ത് പട്ടിണികൾ, അതേപോലെ തൊഴിലില്ലായ്മകൾ ഒക്കെ ഉണ്ടായിട്ടും അതൊന്നും ഒരു ചർച്ചാ വിഷയമേ അല്ല. മറിച്ച് ഇത്തരത്തിലുള്ള ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ പല തരത്തിലും ഇങ്ങനെ ഓരോന്നും പറയുക. എല്ലാവരും വാളെടുത്തവൻ വെളിച്ചപ്പാടെന്ന് പറഞ്ഞതുപോലെ എല്ലാവരും എന്ത് ചെയ്യാണ്? ഈ സമുദായത്തെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത്.
അപ്പം നമുക്ക് എല്ലാവർക്കും അതറിയാം. ഇപ്പം ഈ സോഷ്യൽ മീഡിയ ഒക്കെ നമ്മൾ കാണുന്നവരാണ്. അതിൽ എന്തെല്ലാം വൃത്തികെട്ട പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളെ ഓരോ തരത്തിൽ ചീത്ത വിളിക്കുന്നത്. കണ്ടാൽ അറക്കുന്ന, തലക്ക് കൈവച്ചു പോകുന്ന പദങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഒരു ഘട്ടത്തിൽ റസൂലിനെ ചീത്ത വിളിക്കുക, അള്ളാഹുവിൻ്റെ റസൂലിനെ ചീത്ത വിളിക്കുക. ഈ വ്യാജ ഐഡിയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ താഴെ കമൻറ്റ് ചെയ്യുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ, നിങ്ങളുടെ മുഹമ്മദ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞിട്ട്. എന്നിട്ട് മുഹമ്മദ് നബിയുടെ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ഒക്കെ ഇങ്ങനെ പറയുകയാണ്. അതും തീർന്നില്ല, അള്ളാഹുവിനെ ചീത്ത വിളിക്കുന്നു. അറിയില്ല, അങ്ങനെ അള്ളാഹുവിനെ ചീത്ത വിളിക്കുകയാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ ഉമ്മക്കും വാപ്പാക്കും. അപ്പോൾ വിവരമില്ലാതെ മനസ്സിലായല്ലോ, അള്ളാഹുവിന് ഉമ്മയും വാപ്പയും ഇല്ലാത്ത ആളാണ് അള്ളാഹു എന്ന് ഇവനറിയില്ല. അവനങ്ങനെ ചീത്ത വിളിക്കുകയാണ്. അവന് കിട്ടിയ അവസരം അവൻ ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പം ഇതാണ് ഇന്നത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയും. മറ്റൊരു കമൻറ്റ് വായിച്ചത്, നിങ്ങളുടെ മൊയ്തു എവിടെയെന്നാണ്. അതായത് ഇമാം മഹ്ദി വരും, ഇത് ലോകത്ത് അന്ത്യനാളോട് അടുക്കുമ്പോൾ ഇമാം മെഹദി വരും എന്നുണ്ടല്ലോ. അപ്പോൾ അതിന് ചോദിക്കാൻ, നിങ്ങളുടെ മെഹദി എവിടെ? എന്നിട്ട് പിന്നെ ചീത്തയാ എന്നെല്ലാം പറഞ്ഞിട്ട്, വാഴ എന്നൊക്കെ പറഞ്ഞിട്ടേ, ആ വാഴ എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ ചീത്ത വിളിക്കുകയാണ്. അപ്പം ഇത് അത്തരത്തിലുള്ള ഒരു രൂക്ഷമായ ഒരു വല്ലാത്ത ഒരു കാലഘട്ടത്തിൽ, മുമ്പൊന്നും ഇത് ഇത്രയൊന്നുമില്ല. ഈ അധികാരം ലഭിച്ചത് മുതലാണ് എല്ലാവർക്കും ലൈസൻസ് കൊടുത്തിരിക്കുകയാണ്. വിളിച്ചോളാൻ പറഞ്ഞിരിക്കുകയാണ്, ചീത്ത വിളിച്ചോ പറഞ്ഞോ എന്ന രീതിയിലാണ്. അപ്പം നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടിയും അധികാരത്തിൽ കയറാൻ ഒരു വഴി നോക്കുകയാണ്. അധികാരത്തിൽ കിട്ടാൻ ഒരു സമൂഹത്തെ ദ്രോഹിച്ചിട്ട് വേണോ, ഒരു സമൂഹത്തിന് നേരെ ഇത്തരം ആക്ഷേപങ്ങൾ ചൊരിഞ്ഞിട്ട് വേണോ നിനക്ക് അധികാരത്തിലെത്താൻ? അത് വല്ലാത്ത ഒരു കാലഘട്ടം. മുമ്പൊക്കെ വടക്കേ ഇന്ത്യയിലൊക്കെ നമ്മളിത് സ്ഥിരം കേൾക്കുന്ന വാർത്തകളാണെങ്കിൽ, ഇന്ന് നമ്മുടെ നാട്ടിലും അത് വല്ലാത്ത വിധത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഇപ്പൊ ഈ അടുത്ത് തട്ടവിവാദം ഉണ്ടായല്ലോ, കുട്ടി സ്കൂളിൽ നിന്നും പുറത്താക്കുന്ന അവസ്ഥ വന്നു. സാധാരണ എന്താണ്, അത് വടക്കേ ഇന്ത്യയിലാണ് നമ്മളതൊക്കെ കേൾക്കുന്നത് അല്ലേ? ഇതിൻ്റെ പ്രയാസം അനുഭവിച്ചവർ തന്നെയാണ് ആ കുട്ടിയെ പുറത്താക്കിയതെന്നുള്ളതാണ്. തൊട്ടു മുമ്പ് ഒരു സംസ്ഥാനത്ത് 2 കന്യാസ്ത്രീകളെ പോലീസ് മതപരിവർത്തനത്തിൻ്റെ പേരിലും മറ്റുമൊക്കെ ഓരോരോ കുറ്റം ചാർത്തി അവരെ ജയിലിലിട്ടായിരുന്നു. കേരളത്തിലാകെ പിന്നെ എല്ലാവരും അതിനെതിരെ എല്ലാവരും ശബ്ദിച്ചു. അവരെ പുറത്തിറക്കാൻ വേണ്ടിയുള്ള എല്ലാ വിധത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തി അവർ പുറത്ത് ഇറക്കിക്കൊണ്ടുവന്നു. ജയിലിൽ നിന്നും അവർ പുറത്തായി വന്നു. ആ ആളുകൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു മുസ്ലിം കുട്ടി തട്ടം ധരിച്ചതിൻ്റെ പേരിൽ സ്കൂളിൽ നിന്നും പുറത്താക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എന്താണ് എന്നിട്ട് കാരണം പറയുന്നതോ, അതും എന്താണ്, മറ്റു കുട്ടികൾക്ക് പേടിയാവും. ഒരു കുട്ടി സ്കൂളിൽ തട്ടം ധരിച്ചു വന്നാൽ മറ്റു കുട്ടികൾക്ക് പേടിയാകും. ആരെയായി പരിഹസിക്കുന്ന? ഈ പറയുന്ന ആരാണ്? നല്ല ഒന്നാന്തരം തട്ടം ദേഹത്ത് ധരിച്ച് അണിഞ്ഞിട്ടുള്ള ആ ഒരു സ്ത്രീയാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ പറയുന്നത്. മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയുന്നത്. അതേപോലെ മറ്റു രക്ഷകർത്താക്കൾ അവരുടെ കുട്ടികളെ ഈ സ്കൂളിലേക്ക് പറഞ്ഞു വിടാൻ പേടിക്കും എന്നൊക്കെ പറഞ്ഞ് അതങ്ങനെ എന്ത് ചെയ്യാണ്, ആ കുട്ടിയെ പുറത്താക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഇങ്ങനെ നടക്കുകയാണ്. അപ്പം ഇവിടെ ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മൾ എന്താണ് നയം സ്വീകരിക്കേണ്ടത്? ഇതൊന്നും ഞാനൊന്നും അറിഞ്ഞില്ല, കേട്ടില്ല എന്ന് നടിച്ച് ജീവിക്കുകയാണോ വേണ്ടത്? അതോ നമ്മൾ ഇതിനകത്തു നിന്നൊക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് കൃത്യമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്,
നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഒരു ഹദീസിലൂടെ, യൂഷിക്കു അൻ തദാഅ അലൈക്കും യൂഷിക്കുൽ ഉമമു അൻ തദാഅ അലൈക്കും കമാ തദാഅ അൽ അകലതു ഇലാ ഖസ്അതിഹാ ഫഖാല ഖായിലു വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ ഖാല ബൽ അൻതും കസീർ വലാകിന്നകും ഗുസാഉൻ കഗുസാഉസ് സൈൽ വലയൻസിഅന്ന അല്ലാഹു മിൻ സുദൂരി അദുവിക്കുമുൽ മഹാബത മിൻകും വലയഖ്ദിഫന്ന അല്ലാഹു ഫീ ഖുലൂബിക്കുമുൽ വഹ്ന ഖാല ഖായിലു യാ റസൂലല്ലാഹ് വമൽ വഹ്ൻ വലയഖ്ദിഫന്ന അല്ലാഹു ഫീ ഖുലൂബിക്കുമുൽ വഹ്ന ഖാല ഖായിലു യാ റസൂലല്ലാഹ് വമൽ വഹ്ൻ ഖാല ഹുബ്ബുദ് ദുനിയ വകറാഹിയത്തുൽ മൗത്ത്. അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. എന്താണ് പ്രവാചകൻ പറഞ്ഞത്? യൂഷിക്കുൽ ഉമമു അൻ തദാഅ അലൈക്കും കമാ തദാഅ അൽ അകലതു ഇലാ ഖസ്അതിഹാ. തീറ്റക്കൊതിയന്മാർ ആർത്തി പൂണ്ട് ഭക്ഷണ തളികയിലേക്ക് വരുന്നത് പോലെ നിങ്ങളുടെ നേരെ നാലു ഭാഗത്തു നിന്നും ശത്രുക്കൾ നിങ്ങളുടെ നേരെ പാഞ്ഞെടുക്കുന്ന ഒരു കാലം നിങ്ങൾക്ക് വരാനുണ്ട് എന്ന് പറയും. ആ കാലമല്ലേ ഇത്? പ്രവാചകൻ പറഞ്ഞ ആ കാലം തന്നെയാണ് ഇത്. നാല് ഭാഗത്തു നിന്നും വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ ചോദിച്ചു, ഫഖാല ഖായിലുൻ വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ, പ്രവാചകരെ അന്ന് ഞങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കുമോ? ഞങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കുമോ? അതുകൊണ്ടാണോ ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ബൽ അൻതും കസീർ, നിങ്ങൾ ധാരാളം ഉണ്ടായിരിക്കും, നിങ്ങൾ ഒരുപാട് ഉണ്ടായിരിക്കും. പക്ഷേ വലാകിന്നകും ഗുസാഉൻ കഗുസാഉസ് സൈൽ, പക്ഷേ നിങ്ങൾ ഈ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകി വരുന്ന ചണ്ടികളെ പോലെ ആയിരിക്കും. നിങ്ങൾ വിശ്വാസമില്ലാത്ത, ആദർശമില്ലാത്ത, ഒരു തരത്തിൽ ജീവിക്കുന്ന, എല്ലാം ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റിലൂടെ ജീവിക്കുന്ന, അതും സ്വീകരിച്ചു ഇതും സ്വീകരിച്ചു, ആ ആദർശവും സ്വീകരിച്ചു ഈ ആദർശവും സ്വീകരിച്ചു. ഇവിടെ അത് പറയുന്നത്, അവരെ പറയുന്നത് ദേശീയ മുസ്ലിം, അവർക്കും പേരുണ്ട്. അങ്ങനെ ജീവിക്കുന്ന ആളുകൾ ഇവിടെ എല്ലാ ഈ ഇന്ത്യയിലെ മറ്റു വിശ്വാസങ്ങളെയൊക്കെ എടുത്തണിയുന്ന ആളുകൾക്ക് പറയുന്ന പേര് ദേശീയ മുസ്ലിം എന്ന്. അപ്പം അങ്ങനെയുള്ള ആളുകൾ, അത് അങ്ങനെയുള്ളവരായ പോലെ നിങ്ങളായിപ്പോ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകി വരുന്ന ചണ്ടികളെ പോലെ ഒന്നിനും കൊള്ളാത്ത പൊങ്ങുതടികളായിട്ട് നിങ്ങൾ മാറുമെന്ന്. തീർന്നില്ല, നിങ്ങളെ സംബന്ധിച്ചുള്ള പേടി ശത്രുഹൃദയത്തിൽ നിന്നും എടുത്തു മാറ്റും. സാധാരണ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഇസ്സത്തുള്ളവരാണ്, പവറുള്ളവരാണ്, ശക്തിയുള്ളവരാണ് എന്ന ഒരു തോന്നൽ, ആ തോന്നൽ നമ്മുടെ ശത്രുക്കളിൽ നിന്ന് എടുത്തു മാറ്റും. ഇവരെ ഇനി എന്തും ചെയ്യാം, ആക്രമിക്കാം, ഇവരെ എന്തും പറയാം, എന്തും ചെയ്യാം എന്ന ഒരു സ്ഥിതിവിശേഷം മറ്റുള്ളവർക്കുണ്ടാവും. തീർന്നില്ല, നിങ്ങളുടെ ഹൃദയത്തിൽ വഹ്ന് അള്ളാഹു ഇട്ടുതരും. അപ്പൊ ചോദിച്ചു, നബിയെ എന്താണ് വഹ്ൻ എന്ന് പറഞ്ഞാൽ? എന്താണ് നബിയെ വഹ്ൻ എന്ന് പറഞ്ഞാൽ? അപ്പൊ നബി പറഞ്ഞു, ഹുബ്ബുദ്ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്. ഹുബ്ബുദ്ദുനിയാ, ദുനിയാവിനോടുള്ള ഇഷ്ടം, ആർത്തി, മോഹം, അങ്ങനെയുള്ളവരായിട്ട് മാറും. ദുനിയാവിനോട് ഇഷ്ടം, അതേപോലെ തന്നെ വകറാഹിയത്തുൽ മൗത്ത്, മരിക്കാൻ പേടി, മരണത്തോടുള്ള വെറുപ്പ്, ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആയി മുസ്ലിം സമൂഹം മാറും.
അപ്പൊ മുസ്ലിം സമൂഹം അത്തരത്തിലുള്ളവർ അല്ല. അവന് ഇവിടെ എന്നും ജീവിക്കാം എന്ന് വിചാരിക്കുന്നവനല്ല മുസ്ലിം. ഏത് സമയം എപ്പോഴും റബ്ബിന്റെ വിളിക്ക് ഉത്തരം നൽകി ഈ ലോകത്ത് നിന്ന് യാത്ര പോകേണ്ടവനാണ്. അതിനു മുമ്പായിക്കൊണ്ട് എന്താണോ അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹും അവന്റെ റസൂലും നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത് അതനുസരിച്ച് ജീവിക്കുന്നവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ മരണത്തെ അതുകൊണ്ട് പേടിയില്ല, ഒന്നിനെയും അവന് പേടിയില്ല. ആരുടെ മുമ്പിലും അവൻ ധൈര്യസമേതം അവൻ എഴുന്നേറ്റ് നിൽക്കും, അന്തസ്സോടെ അഭിമാനത്തോടുകൂടെ ആരുടെയും മുമ്പിൽ തലകുനിക്കാതെ അവന് ശക്തനായി എഴുന്നേറ്റ് നിൽക്കും. അവനാണ് മുസ്ലിം. അതല്ലാതെ ഈ പറഞ്ഞതുപോലെ ആണ് എങ്കിൽ നമുക്ക് യാതൊരു രക്ഷയുമില്ല എന്നാണ് ഈ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഈ ഹദീസിലൂടെ പഠിപ്പിച്ചു തരും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊക്കെ ഈ ഇത്തരത്തിലുള്ള ഈ കുത്തുവാക്കുകളും പരിഹാസങ്ങളും ഇസ്ലാമിന് അതൊരു പുത്തരിയല്ല. ഇതെല്ലാം കണ്ടും കേട്ടും ഒക്കെ ഇതിനെല്ലാം അതിജയിച്ചും കൊണ്ടാണ് ഇസ്ലാം കടന്നു വന്നിട്ടുള്ളത്. ഇസ്ലാമിന്റെ ആവിർഭാവകാലം മുതൽ അന്നു മുതൽ ഇന്നോളം ഇസ്ലാമിന് ഉണ്ടായിട്ടുള്ള അവസ്ഥകൾ ഇതൊക്കെ തന്നെ. അതിനെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ഇസ്ലാം മുന്നോട്ട് പോയിട്ടുള്ളത്. അതിനെ എല്ലാത്തിനെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് എല്ലാ എതിർപ്പുകളെയും എല്ലാ തരത്തിലുള്ള ഈ പരിഹാസങ്ങളെയും എല്ലാം എതിർത്തുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇന്ന് നമുക്കിടയിൽ എന്താണ്, ചില ആളുകൾ ഈ ആദർശം തന്നെ വലിച്ചെറിയുകയാണ്. ഒന്ന് തല ഒരു തട്ടം മാറ്റാനല്ലേ പറഞ്ഞുള്ളൂ, അതിനെന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെയുള്ള ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്താണ് ഒരല്പനേരം തട്ടം അഴിച്ചു വന്നാൽ ഇവിടെ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. വിശ്വാസികളെ അത് കൃത്യമായിട്ട് അള്ളാഹുവിന്റെ നിയമം പാലിച്ച് ജീവിക്കുന്നവരെ അവർക്ക് പുച്ഛമാണ്. അത്തരം ആളുകൾക്ക് പുച്ഛമാണ്. അവര് ഈ പറഞ്ഞതുപോലെ അധികാരത്തിന്റെ അപ്പകഷ്ണം കിട്ടാനും മറ്റുള്ളവരുടെ ഇത് നേടാനും അംഗീകാരം നേടാനും ഒക്കെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ആളുകൾ ഈ ഇസ്ലാമിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. അത്തരം ആളുകളായിട്ട് നമുക്ക് മാറാൻ പാടില്ല. നമ്മൾ പറഞ്ഞതുപോലെ എന്നും എപ്പോഴും നമ്മുടെ ഇസ്സത്ത് മുറുകെ പിടിച്ച് തന്നെ വേണം നമ്മൾ ജീവിക്കേണ്ടത്. ഏതു കാലഘട്ടത്തിലും മരണം വരെയും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ മുസ്ലിമായി കൊണ്ട് തന്നെ ഇവിടെ ജീവിക്കണം. അവന് ഒരു ഘട്ടത്തിലും അവന്റെ ആദർശം വിട്ടുകൊണ്ടുള്ള ഒരു വിധത്തിലുള്ള ഒത്തുതീർപ്പിനും മുസ്ലിങ്ങൾ തയ്യാറല്ല എന്ന് കൃത്യമായി നമ്മൾ സന്ദേശം കൊടുക്കണം. അതിന് നമ്മൾ എന്താവണം, യഥാർത്ഥത്തിലുള്ള മുസ്ലിങ്ങളായി ജീവിക്കണം. ഇസ്സത്തുള്ള അഭിമാനമുള്ള മുസ്ലിങ്ങളായി നമ്മൾ മാറണം. ആര് വരുന്നു ആര് പോകുന്നു എന്ന് നമ്മൾ നോക്കേണ്ടതില്ല. ആരുണ്ട് നമ്മുടെ കൂടെ ആരില്ല നമ്മുടെ കൂടെ എന്ന് നോക്കേണ്ടതില്ല. നമുക്ക് അല്ലാഹുവുണ്ട് എന്ന ആ ഉറച്ച ബോധ്യം നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ മനസ്സിൽ രൂഢമൂലമായ ദൃഢമായ ഒരു വിശ്വാസം അല്ലാഹുവുണ്ട് എന്നുള്ള ആ ഉറച്ച വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി, വല്ലവനും മതം വിട്ട് മടങ്ങിക്കളയുന്ന പക്ഷം, ആരെങ്കിലും ഇതെല്ലാം ഇങ്ങനെ എനിക്ക് വയ്യ, ഞാൻ ഇത് വിടുകയാണ് എന്നൊക്കെ ചില ആളുകളൊക്കെ വന്നിട്ട് പറയും, ഞാൻ ഈ മതം വിടുകയാണ്, ഞാനിതൊക്കെ ഒഴിവാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ചില ആളുകളൊക്കെ രംഗത്ത് വരികയുണ്ടായി. നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. അങ്ങനെയുള്ള ആളുകൾ
പിന്നെ അവരുടെ മതം വിട്ട് തിരിഞ്ഞു കളയുന്ന പക്ഷം, പോയി കളയുന്ന പക്ഷം അള്ളാഹു മറ്റൊരു കൗമിനെ കൊണ്ടുവരും. അതാ പറഞ്ഞത്, ആര് പോയാലും, ഈ ഇരിക്കുന്ന നമ്മൾ മുഴുവനും പോയാലും അള്ളാഹ് പറയുകയാണ് എന്ത്? അള്ളാഹു ഒരു സമൂഹത്തെ കൊണ്ടുവരിക തന്നെ ചെയ്യും. അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടും, അള്ളാഹു അവരെയും ഇഷ്ടപ്പെടുകയും ചെയ്യും. അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണ്, അള്ളാഹുവോ അവരെയും ഇഷ്ടപ്പെടുന്നവരാണ്. അങ്ങനെയുള്ള ഒരു സമൂഹത്തെ അള്ളാഹുവിടെ നിലനിർത്തും എന്നാ പറഞ്ഞത്. നോക്കുക സഹോദരങ്ങളെ, എന്തെല്ലാം പ്രയാസങ്ങൾ, പ്രതിസന്ധി ഘട്ടങ്ങൾ കടന്നു വന്നു. പ്രവാചകൻ മക്കയിൽ പ്രവാചകനായി കടന്നു വരുമ്പോൾ എത്രമാത്രം പ്രയാസങ്ങളാണ് പ്രവാചകന് നേരിടേണ്ടി വന്നത്. സ്വന്തം ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് പട്ടിണിക്കിട്ട് കൊല്ലാൻ നോക്കി പ്രവാചകനെ. അതേപോലെ തന്നെ രാത്രിയിൽ വീട് വളഞ്ഞ് കൊല്ലാൻ നോക്കി. എന്തെല്ലാം തരത്തിലുള്ള കുതന്ത്രങ്ങളാണ് ശത്രുക്കൾ പ്രയോഗിച്ചിരുന്നത്. എന്നിട്ട് അവിടെ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ ആളുകളെ രക്ഷപ്പെടുത്തുക എന്ന് മാത്രമല്ല, ഈ ഇസ്ലാമിനെ മുസ്ലിമീങ്ങൾക്കും ഇസ്സത്ത് നൽകിയ ചരിത്രമാണ് ഇസ്ലാമിന് ലോകത്തുള്ളത്. നമ്മളത് മനസ്സിലാക്കണം. അപ്പൊ എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് പറഞ്ഞ് നമ്മൾ ഇത് വിട്ടു പോവുകയല്ല വേണ്ടത്. നമ്മൾ പേടിച്ചു പിന്മാറിക്കളയുകയല്ല വേണ്ടത്. നമ്മൾ സധൈര്യം നമ്മൾ ഉറച്ചു നിൽക്കണം. അതാണ് അല്ലാഹു പറയുന്നത്, ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയഹിബ്ബൂനഹു അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ. വിശ്വാസികളോട് അങ്ങേയറ്റം വിനയമുള്ളവരായിരിക്കും അവർ. ഈ കൂട്ടം, വിശ്വാസികളുടെ കൂട്ടം പരസ്പരം അങ്ങേയറ്റം വിനയമുള്ളവരും സ്നേഹമുള്ളവരും പരസ്പരം സ്നേഹിക്കുന്നവരും വിട്ടുവീഴ്ച ചെയ്യുന്നവരും ആ സഹോദരി ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരും അവനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കാത്തവരും, അങ്ങനെ ആ രീതിയിൽ ഒന്നിച്ചു നിന്ന് ജീവിക്കുന്നവരായിരിക്കും വിശ്വാസികൾ എന്നാ പറയും. അതേപോലെ അവിശ്വാസികളോട് ഗൗരവമുള്ളവരായിരിക്കും. ഒരു തരത്തിലുള്ള പേടിയോ ഭയമോ വിശ്വാസിക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ഏതേതു പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലാം നേരിടാനുള്ള കരുത്തുള്ള ഈമാനാണ് അള്ളാഹു അവന് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് വിശ്വാസികളുടെ ചരിത്രം, ബിലാൽ റളിയല്ലാഹുവിന്റെ ചരിത്രം, അതേപോലെ തന്നെ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹുവിന്റെ ചരിത്രം, അതേപോലെ യാസിർ കുടുംബത്തിന്റെ ചരിത്രം, അവർക്കൊക്കെ ഒരുപാട് കഷ്ടയാതനകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അതിനുള്ള പിന്നീട് അവർ ക്ഷമിച്ചതിന്റെ പേരിൽ, അവർ സഹിച്ചതിന്റെ പേരിൽ പിന്നീട് വിജയം നൽകിയ ചരിത്രമാണ്. സമാധാനത്തോടു കൂടിയുള്ള ജീവിതം അവർക്ക് നൽകിയ ചരിത്രമാണ് ഇസ്ലാമിക ചരിത്രം എന്ന് പറയും. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നതിൻ്റെ പേരിൽ നമ്മളുടെ വിശ്വാസം നാം വിട്ടുകളയേണ്ടതില്ല. നാം ഉറച്ചു നിൽക്കണം. അവിശ്വാസികളോട് ഗൗരവമുള്ളവരും ഇന്ന് ജിഹാദ് എന്ന് കേൾക്കുമ്പോൾ പേടി തോന്നുന്നോ നമുക്ക്? ആളുകൾ എന്തെങ്കിലും പറയുമെന്ന് പേടിയോ? ജിഹാദ് എന്ന പദം ഉച്ചരിക്കാൻ നമുക്ക് പേടിയാണോ? ഇന്ന് നമുക്ക് ജിഹാദ് എന്ന് കേൾക്കുമ്പോൾ നമ്മളങ്ങ് പേടിക്കുക. അത് അവർക്ക് പേടി, നമുക്ക് പേടിക്കേണ്ടതില്ല. ജിഹാദ് എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാം, മനസ്സിലാക്കിയവരാണ് നമ്മൾ. അതുകൊണ്ടാ ജിഹാദ് എന്ന് പറഞ്ഞ് നമ്മൾ പേടിക്കണോ? നമ്മൾ ഭയപ്പെടണോ? ജിഹാദ് എന്ന് പറഞ്ഞാൽ ഒരു പരിശുദ്ധമായ വചനമാണത്. ജിഹാദ് എന്ന് പറഞ്ഞു
ഒരു പരിശുദ്ധമായ രീതിയിൽ ചെയ്യേണ്ട കാര്യമാണത്. ജിഹാദ് എന്ന് പറയുമ്പോൾ ഈ വഖഫ് പറഞ്ഞതുപോലെ, വഖഫ് എന്നും പറഞ്ഞൊരു വിവാദം ഉണ്ടായല്ലോ നമ്മുടെ നാട്ടിൽ. അത് പരിശുദ്ധമായ ഒരു കർമ്മം. ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് അയാളുടെ സ്വത്ത് ദാനം ചെയ്യുന്നു, ഹലാലായ സമ്പാദ്യം തന്റെ ഖബറിലേക്ക് കിട്ടാൻ വേണ്ടി, തന്റെ പരലോകത്ത് തനിക്ക് ഉപകാരപ്പെടാൻ വേണ്ടി, താൻ ജീവിച്ചിരിക്കെ തന്റെ ഒരു സമ്പാദ്യത്തിൽ നിന്നും ഒരു വിഹിതം അല്ലെങ്കിൽ മുഴുവനും ഇതാ ഞാൻ പടച്ചവന്റെ പേരിൽ നൽകുന്നു എന്ന് തീരുമാനിക്കുന്നതാണ് വഖഫ്. അങ്ങനെയാണ് വഖഫ് എന്ന് പറയുന്നത്. അതിനെയാണ് വഖഫ്. അതേപോലെ തന്നെയാണ് ഒരു പദമാണ് ജിഹാദ് എന്ന് പറയുന്നത്. ജിഹാദ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മ സമരം. ആ സമരം ചെയ്യാൻ അവർ ഒരുക്കമായിരിക്കും. അവരെ പേടിക്കേണ്ടതില്ല. ജിഹാദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതില്ല ഇത് വാളെടുത്ത് ശത്രുവിനെ കൊല്ലലാണ്. അല്ല, അതിന് മറ്റു പല പേരുകളുമാണ് അത് പറയുന്നത്. ജിഹാദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിക്കുക. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് യുദ്ധത്തിന് അനുമതി ചോദിച്ചുകൊണ്ട് ഒരാൾ വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? അപ്പോൾ ഉണ്ട് നബിയെ എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ നിന്റെ ജിഹാദ് അവരോടാണ്, അവർക്ക് വേണ്ടി ജിഹാദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെ പോയി സംരക്ഷിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക, അവരെ നോക്കുക. അതാണ് ജിഹാദ്. എത്ര എളുപ്പമാണ്, എത്ര സുന്ദരമായ പദമാണ് ജിഹാദ് എന്ന് പറയുന്നത്. ആ ജിഹാദിനെ പോലും മനഃപൂർവം ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധികാരത്തിന്റെ അപ്പകഷ്ണം നേടിയെടുക്കാൻ വേണ്ടി, അധികാരം നിലനിർത്താൻ വേണ്ടി ഉള്ള കുതന്ത്രങ്ങളാണ് ഇതെല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ യുജാഹിദൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്ന ആളുകളുമായിരിക്കും അവർ. ആ ഖൗം, അല്ലാഹ് കൊണ്ടുവരുന്ന സമൂഹം, അതിൽ ഉൾപ്പെടാൻ അല്ലാഹു നമ്മളെ എല്ലാം വിധിക്കൂട്ടുമാറാവട്ടെ. പിന്നെ അവരുടെ ലക്ഷണമായിട്ട് പറഞ്ഞതുപോലെ ഒരു ആക്ഷേപകന്റെ ആക്ഷേപവും അവർ ഭയപ്പെടുകയില്ല. ഇന്നത്തെ കാലഘട്ടം എന്തെല്ലാം ആക്ഷേപങ്ങളും പരിഹാസങ്ങളും നമുക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വിശ്വാസി, യഥാർത്ഥ മുഅ്മിൻ, അവൻ ഒരിക്കലും ഒരു ആക്ഷേപകന്റെ ആക്ഷേപവും ഭയപ്പെടുകയില്ല എന്ന് ഖുർആനാ പറയുന്നു. അപ്പൊ ആ കൂട്ടത്തിൽ നമുക്ക് പെടണ്ടേ? അപ്പൊ ഇത് ഞാൻ അറിഞ്ഞില്ല, നമ്മൾ അറിഞ്ഞില്ല, ഞാൻ എൻ്റെ കാര്യം, ഞാനും വന്ന് നിസ്കരിക്കുന്നുണ്ട്, ഓരോ ഒഴിഞ്ഞ മട്ടിലുള്ള ജീവിതം അത് പാടില്ല. വിശ്വാസികൾക്ക് പാടില്ല. ഏതു കാര്യത്തിലും ഇസ്ലാമിനെ ബാധിക്കുന്ന എന്തെന്ത് വിഷയത്തിലും കൃത്യമായിട്ട് അറിവും അതിനു ഉള്ള എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളിലും പങ്കെടുക്കാനും ആ കൂട്ടായ്മയിൽ പങ്കുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി നിലകൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് പറഞ്ഞത്. വലാ യഖാഫൂന ലൗമത ലായിം. എന്തായാലും ഇനിയും പലതും കേൾക്കാനുണ്ട്. നമ്മൾ ഇനിയും പലതും കേൾക്കേണ്ടി വരും. അപ്പോഴെല്ലാം നമുക്ക് പേടി വേണ്ടതില്ല. തട്ടം ഇട്ട അത് പിന്നെ മറ്റു കുട്ടികൾക്ക് പേടിയാണ്. ഇസ്ലാമിനെയാണ് പരിഹസിക്കുന്നത്, ഇസ്ലാമിനെ പരിഹസിക്കുകയാണ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ സമൂഹത്തിൽ എങ്ങനെ പറഞ്ഞാൽ ഇസ്ലാമിന് അത് എന്താണ്? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ അടുത്ത കാലത്തായിട്ട് ലോകത്ത് ഇസ്ലാമിന് വലിയ സ്വാധീനം എന്താണ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഇസ്ലാമിന് വലിയ അംഗീകാരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പല യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇസ്ലാം വളരെ വേഗത്തിൽ ശീഘ്രതയിൽ ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുവാൻ തുടങ്ങി. അപ്പൊ ഇതിനെ ഒന്ന് തടയിടാൻ വേണ്ടി ഉള്ള ശ്രമങ്ങളാണ് ഇത്തരത്തിൽ തട്ടം എന്നും പറഞ്ഞ്, ഹിജാബ് എന്നും പറഞ്ഞും അതും പറഞ്ഞ് ഇതും പറഞ്ഞൊക്കെ വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് ഇതെല്ലാം പറഞ്ഞാൽ ഇസ്ലാം പോകുമോ? ഇവിടുന്ന് ഇസ്ലാം ഇല്ലാതാകുമോ? ഇല്ല. അള്ളാഹു പറഞ്ഞത് എന്താണ്?
യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. യുരീദൂന അവർ ഉദ്ദേശിക്കുന്നു, ലിയുത്ഫിഉ നൂറല്ലാഹ് അല്ലാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ, ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം അവരുടെ വായ കൊണ്ട്. ആ വായ കൊണ്ടാണ് ഈ പറയുന്നതെല്ലാം ഇസ്ലാമിനെതിരെ പറയുന്നത്. പോകൂല. അങ്ങനെ പോകണമെങ്കിൽ പണ്ടേ ഇതില്ലാതാവണം. വളരെ ചുരുക്കം ചില ആളുകളെ കൊണ്ട് തുടങ്ങിയതാണ് പ്രവാചകൻ ഈ ഇസ്ലാം ദീനിയെ. മക്കയിൽ കുറച്ച് ആളുകൾ മാത്രം, വിരലിലെണ്ണാൻ പറ്റുന്ന ആളുകൾ മാത്രം കൊണ്ടു തുടങ്ങിയ പ്രവാചകൻ. ഇന്ന് ഇസ്ലാം അവിടെ നിന്നില്ല. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വളർന്ന് പന്തലിച്ച് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ലോകത്തെ രണ്ടാമത്തെ മതമായിട്ട് ഇസ്ലാം നിലനിൽക്കുകയാണ്. അത് ഒന്നാമത്തെ മതം ആകുക തന്നെ ചെയ്യും, തർക്കമില്ല. ഇത് ഭയന്നിട്ടാണ് ശത്രുക്കൾ ഇത്തരത്തിലുള്ള വ്യാജ ഈ ജൽപ്പനങ്ങളുമായിട്ടൊക്കെ കടന്നു വരുന്നത്. വല്ലാഹു മുത്തിമ്മു നൂരിഹി, അള്ളാഹു അവന്റെ പ്രകാശം, ഇസ്ലാമാകുന്ന പ്രകാശത്തെ അള്ളാഹു പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. വലൗ കരിഹൽ കാഫിറൂൻ, അവിശ്വാസികൾ എത്ര വെറുത്താലും അള്ളാഹു ഈ ദീനിനെ, ഈ ഇസ്ലാമിനെ അള്ളാഹു പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇതിനകത്തുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും ഇസ്ലാമിലെ അംഗങ്ങളായിട്ടുണ്ടോ? എൻ്റെ ജീവിതം സാക്ഷിയാണോ, ഇസ്ലാമിന് സാക്ഷിയാണോ എന്ന് പരിശോധിക്കുക. ആ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകി വരുന്ന ചണ്ടികളെ പോലെ ആകാതെ ഇസ്സത്തുള്ളവരായി ഇസ്ലാമിൻ്റെ ആ എല്ലാ കാര്യങ്ങളും, ഏത് കാര്യങ്ങളും അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങൾ അത് മുറുകെ പിടിക്കാതെ, അള്ളാഹ് പറഞ്ഞത് ഈ ഹിജാബ് ധരിക്കുന്നത് എന്താണ്, അത് അള്ളാഹ് പറഞ്ഞിട്ടാണ്, അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനല്ല. അള്ളാഹ് പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണ് ഹിജാബ് ധരിക്കണമെന്ന് അള്ളാഹ് പറഞ്ഞത്. ഖുൽ യാ അയ്യുഹൻ നബി ഖുൽ ലിൽ മുഅ്മിന ഖുൽ ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന എന്ന് പറഞ്ഞ് കൊണ്ട് അള്ളാഹു പറയാൻ, നിങ്ങളുടെ ശിരോവസ്ത്രം എന്ത് ചെയ്യുക, ശരീരത്തിലേക്ക് താഴ്ത്തിയിടട്ടെ എന്ന് അള്ളാഹ് പറഞ്ഞതാണ്. പർദ്ദ ധരിക്കാൻ, ആ ശരീരം മറക്കുന്ന വസ്ത്രം ധരിക്കാൻ അള്ളാഹ് കൽപ്പിച്ചതാണ്. അത് അതിൻ്റെതായ അതിൻ്റെ നേട്ടവുമുണ്ട്, ഇല്ലാത്തതൊന്നും പറയുകയില്ല. മനുഷ്യർക്ക് അതുകൊണ്ട് ഗുണമുണ്ട്, സ്ത്രീകൾക്ക് അതുകൊണ്ട് രക്ഷയാണ്. ഈ അടുത്തൊരു സിനിമാ നടി പർദ്ദയിട്ട് വന്നില്ലേ, മുസ്ലിം അല്ലാത്ത ഒരു സിനിമ നടി വാർത്താ സമ്മേളനത്തിൽ വന്നിരിക്കുകയാണ്, പർദ്ദയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ചോദിച്ചു, എന്താ നിങ്ങൾ പർദ്ദയിട്ടത്? ഇത് എന്നെ ചൂഷണം ചെയ്യാതിരിക്കാനും എന്നെ ആക്രമിക്കാതിരിക്കാനും ഒരു മാർഗം ആയിട്ട് ഞാൻ കണ്ടത് ഇതാണ്, ഈ വേഷമാണ്. പർദ്ദക്കുള്ള അംഗീകാരമായിരുന്നു അത്. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക കൃത്യമായിട്ട്. നമ്മളുടെ കുടുംബം, ഞാൻ എന്ന വ്യക്തിയും, അതേപോലെ എൻ്റെ കുടുംബവും, എൻ്റെ മക്കളും, എൻ്റെ ഉമ്മയും, എൻ്റെ സഹോദരിയും, എല്ലാവരും ആ ഒരു ആദർശത്തിലാണോ ജീവിക്കുന്നത്? അതല്ല, വീഴ്ചയുണ്ടോ, പോരായ്മയുണ്ടോ, പരിഹരിക്കണം. അത് നിവർത്തി കൃത്യമായി നമുക്ക് അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും എല്ലാ വിധത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദുല്ലാഹ്, ഉസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാം എന്ന് പറയുന്ന ഈ മതം അത് അതിൻ്റെ പരിപൂർണമായ സത്യദീനാണ് എന്നുള്ള കാര്യം നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ, ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കാൻ ആദ്യം നമുക്ക് സാധിക്കണം.
ഇവിടെ പുറമേ ഉള്ളവർക്ക് അറിയില്ല എന്താണ് ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു ഭീകര മതം, അത് തീവ്ര മതം, അത് അങ്ങനെ ഒരു പ്രചാരണം ഇവിടെ ഏറ്റെടുത്ത് വളരെ ബോധപൂർവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊക്കെ ആ ഇസ്ലാമിൻ്റെ അനുയായികൾ എന്നുള്ള നിലയ്ക്ക് എനിക്കും നിങ്ങൾക്കും വലിയ ബാധ്യതയുണ്ട്. ഇസ്ലാം എന്താണ് എന്ന് കൃത്യമായിട്ട് ഇത് പറഞ്ഞു കൊടുക്കാൻ. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹു ചോദിക്കുകയാണ്, അല്ലാഹു പറയുകയാണ്, ومن أحسن قولا ممن دعا إلى الله. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ ആരുണ്ട്? വഅമില സ്വാലിഹൻ, അതനുസരിച്ചുള്ള സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നവനും. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ആ സൽപ്രവർത്തനങ്ങൾ കണ്ടിട്ട് ഇതാ ഞാൻ പറയുന്നു, ഞാൻ ഒരു മുസ്ലിമാണ്, ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയുന്ന ആളുകൾ, അങ്ങനെയുള്ള മുസ്ലിമാണ് എന്ന് പറയാൻ ഉള്ള അർഹത, ആ യോഗ്യത നമ്മൾക്കുണ്ടായിരിക്കണം. നമ്മളൊക്കെ ഖുതുബ തുടങ്ങുന്ന വേളയിൽ പറയും, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമായി കൊണ്ടല്ലാതെ മരിക്കരുത്. അള്ളാഹുവിൻ്റെ നമ്മളെല്ലാ വെള്ളിയാഴ്ചയും ഞാൻ എന്നോടും നിങ്ങളോടും പറയുന്ന ആ ഖുർആനിൻ്റെ വചനമാണ്, മുസ്ലിമായി ആയിട്ടല്ലാതെ മരിക്കരുത്. അപ്പം കേവലമായ പേര് വെച്ച് ഉപയോഗിച്ചുകൊണ്ട് മാത്രമല്ല, നാളെ പരലോകത്ത് അബ്ദുറഹ്മാൻ എന്ന് പറയുമ്പോൾ ആ നീ സ്വർഗത്തിൽ, വേറൊരു മറ്റേ ജാതിയിൽപ്പെട്ട ഒരാളുടെ പേര് വെക്കുമ്പോൾ നീ നരകത്തിൽ, അങ്ങനെ അല്ല. പേര് കൊണ്ട് ആരും അള്ളാഹുവിൻ്റെ അടുക്കൽ മുസ്ലിം ആവുകയില്ല. അങ്ങനെയാണെങ്കിൽ ആരൊക്കെ ആകണം? പലരും പിന്നെ എന്ത് ചെയ്യും? സ്വർഗത്തിൽ പോകണ്ടേ? അബൂ താലിബ് സ്വർഗത്തിൽ പോകണ്ടേ? അതേപോലെ തന്നെയുള്ള പിന്നെ നബിയുടെ മുത്താപ്പ ആരാണ്? തബ്ബത്തിയദാ അബീ ലഹബ്, അബൂലഹബ് സ്വർഗത്തിൽ പോകണ്ടേ? ആ പേര് മുസ്ലിം അല്ലേ? നല്ല പേരുകളൊക്കെ ഉള്ള ആളുകളുണ്ട്. അപ്പൊ പേര് കൊണ്ട് മാത്രം ആരും മുസ്ലിം ആവുകയില്ല. മറിച്ച് ആ ഇസ്ലാം കർമ്മത്തിലൂടെ എന്ത് ചെയ്യണം? നമ്മൾ സ്വീകരിക്കണം. ഇസ്ലാമിൻ്റെ ഓരോ അധ്യാപനങ്ങളും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം. അങ്ങനെ യഥാർത്ഥ മുസ്ലിങ്ങളായി ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ വീഴ്ചകൾ, പോരായ്മകളെല്ലാം അള്ളാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാവട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇസ്ലാമിനെ കുറിച്ചും പഠിക്കുവാനും അറിയുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അതനുസരിച്ച് മരിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദീനിൻ്റെ കാര്യത്തിൽ, ദീൻ ഉൾക്കൊണ്ടതിൻ്റെ പേരിൽ ഒരുപാട് സ്ഥലങ്ങളിൽ മുസ്ലിമായതിൻ്റെ പേരിൽ ആ ഒറ്റ കാരണത്താൽ വീടും സ്വത്തും എല്ലാം നശിപ്പിക്കുന്ന ശത്രുക്കൾ, എല്ലാം കൊള്ളയടിക്കുന്ന, എല്ലാം ഇല്ലാതാക്കുന്ന ശത്രുക്കൾ, ആ ശത്രുക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തുമാറാവട്ടെ. അവരുടെ മരണം മുസ്ലിമായിക്കൊണ്ട് മരിക്കുവാനും ഇസ്സത്തോടുകൂടി ജീവിക്കുവാനുമുള്ള എല്ലാവിധ അനുഗ്രഹം ലോകത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള വിശ്വാസികൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി യാ ഖാദിൽ ഹാജാത്ത്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين. اللهم دمر أعداءنا وأعداء الدين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين.